ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഉച്ചയ്ക്കുള്ള കുറച്ച് വിശേഷങ്ങൾ ഉണ്ടല്ലോ. അപ്പോൾ നേരത്തെ തന്നെ ഞാൻ തേങ്ങ തിരുവി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് മീനൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് തന്നെ കുറച്ച് തട്ടിക്കൂട്ട് കറികളാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ വെണ്ടയ്ക്കയുടെ മേളത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ ഒന്ന് ചെറുതായിട്ട് അരിയാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഇനി ഇരുമ്പേട്ടി എടുത്തിട്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തായിരുന്നു കേട്ടോ. ഒന്ന് വിരിക്ക് വരട്ടാനാണ്. അപ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുത്തായിരുന്നു എണ്ണ ചൂടായപ്പോൾ. അങ്ങനെ കടുകൊക്കെ പൊട്ടി വന്നപ്പോഴത്തേക്ക് ഇതിനകത്തിരി കറിവേപ്പില ഇട്ട് കൊടുത്തു. അങ്ങനെ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ സവാള ഒരു അര സവാള ഞാൻ എടുത്തോളൂ കേട്ടോ. അങ്ങനെ സവാളയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു. എന്നിട്ട് ഞാൻ പിന്നെ വെണ്ടയ്ക്കാണ് ഇട്ട് കൊടുത്തത്. വെണ്ടയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞ് ഞാൻ ഇട്ട് കൊടുത്തു. ഈ വെണ്ടയ്ക്കയുടെ മിരിക്ക് മാറുന്നവരെയാണ് ഞാൻ എപ്പോഴും മിക്സ് ചെയ്യാറ്. അങ്ങനെ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെല്ലാം കൂടി യോജിപ്പിച്ചിട്ട് പിന്നെ ഞാൻ ഉപ്പിട്ട് കൊടുത്തു കേട്ടോ. ഉപ്പ് എല്ലായിടും ഒന്ന് യോജിപ്പിച്ചെടുത്തു. എന്നിട്ട് അതിൻ്റെ പശവശപ്പ് മാറുന്നവരെ ഞാൻ ഒന്ന് ഇളക്കി കൊടുത്തു കേട്ടോ. നല്ല വരണ്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ മസാലയായിട്ട് കുറച്ച് മുളക് പൊടി ഇടുന്നോള്, കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞപ്പൊടി മാത്രം ഇടുന്നോളൂ കേട്ടോ. ഞാൻ മസാലയായിട്ട് എപ്പോഴും മുളക് പൊടി ഇത്തിരി ഇടാറുണ്ട്. അല്ലാതെ കഴിക്കുന്നതിനെക്കാട്ടി എനിക്കിഷ്ടം ഇങ്ങനെ തിന്നുന്നതാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. മുളക് പൊടിയുടെയും മഞ്ഞപ്പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്ന വരെ ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ. അങ്ങനെ അതൊക്കെ നന്നായിട്ട് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുത്തു കേട്ടോ. എന്നിട്ട് ഞാൻ അതൊരു പാത്രത്തിലോട്ടാക്കി വെച്ചു. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ 3 പേർക്ക് തിന്നാനുള്ള തന്നെ ധാരാളമാണ് കേട്ടോ. ഇത് ഞാൻ പച്ചയ്ക്കും എടുത്ത് തിന്ന്, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി. പിന്നെ ഞാൻ വിചാരിച്ച് കത്തിരിക്ക ഫ്രൈയും കൂടി വെക്കാമെന്ന്. കത്തിരിക്ക അല്ലാതെ കറിയിലിട്ട കത്തിരിക്ക ഞാൻ തിന്നാറില്ല, പക്ഷേ എനിക്ക് ഫ്രൈ ചെയ്ത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതിലോട്ട് ഒരു ചട്ടിയിലോട്ട് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ ഇത്തിരി ഗരം മസാല അതുപോലെ തന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് നമ്മുടെ മെയിൻ സംഭവം കത്തിരിക്ക ഇട്ട് കൊടുത്തു. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കേട്ടോ. മസാലയൊക്കെ എല്ലായിടത്തും പിടിച്ചു. എന്നിട്ടൊരു 10 മിനിറ്റ് വെച്ചായിരുന്നു. എന്നിട്ട് നേരത്തെ എടുത്ത് ഇരുമ്പേട്ടി തന്നെ ഞാൻ ഇത്തിരി എണ്ണ ഒഴിച്ചെടുത്തായിരുന്നു. എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വന്നപ്പോഴത്തേക്ക് ഞാൻ ഈ കത്തിരിക്ക ഇട്ട് കൊടുത്തു. അങ്ങനെ അത് അവിടെ ഇരുന്നൊന്ന് മൊരിഞ്ഞ് വരട്ടെ. അപ്പോഴത്തേക്ക് ഞാൻ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വെച്ചു കേട്ടോ. അങ്ങനെ ആവശ്യത്തിന് തേങ്ങയും കുറച്ച് ഉപ്പൊക്കെ ചേർത്ത്, ഉപ്പ് ആവശ്യത്തിന് ചേർത്തു. ഞാൻ ഇത്തിരി അധികം മുളക് പൊടി ഇടാറുണ്ട് കേട്ടോ തേങ്ങാ ചമ്മന്തിക്ക്. എനിക്ക് നല്ല കളർ വരുന്ന ഇഷ്ടമാണ്. അങ്ങനെ എന്നിട്ട് ഒരു ചെറിയ കഷ്ണം പുളിയും ഇട്ടു. എന്നിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തായിരുന്നു കേട്ടോ ഞാൻ ഈ ഉള്ളി. എന്നിട്ടൊരു മുളകും കൂടി ചേർത്തായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഒരു മുട്ടയും കൂടി പൊരിക്കാമെന്ന്. അങ്ങനെ മുട്ടയ്ക്കകത്തോട്ട് സവാളയും മുളകൊക്കെ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ അത് മിക്സ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഒരു കാര്യം എന്താക്കിയത്. അല്ലാതെ നമ്മൾ ബുൾസയൊക്കെ അടിക്കുമ്പോൾ പെട്ടെന്ന് ഈ ഉണ്ണി പൊട്ടിപ്പോകാറുണ്ട്. പക്ഷെ നമ്മൾ ഈ ഓംപ്ലേറ്റിനൊക്കെ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഉണ്ണി പൊട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ. ഈ മുട്ടയുടെ മഞ്ഞയെന്നാണ് ഉണ്ണി എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്യാൻ നന്നായിട്ട് ഇളക്കി വെച്ചു. എന്നിട്ട് ഞാൻ ഒരു പാൻ എടുത്തിട്ട് എണ്ണ തൂകി കൊടുത്തു. എന്നിട്ട് അതിലോട്ട് പതുക്കെ ഈ മുട്ടയുടെ മിക്സ് ഇട്ട് കൊടുത്ത്. എപ്പോഴും ഒന്നും ഇങ്ങനെ നല്ല ഷേപ്പിൽ കിട്ടണമെന്നൊന്നുമില്ല കേട്ടോ. ചില നേരത്തൊക്കെ അങ്ങ് പോവും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി ഫുള്ള് കുളവാകും കേട്ടോ. ഉള്ളി തോനെ ഇട്ട് കൊടുക്കുന്ന നേരത്തൊക്കെ എനിക്ക് നല്ലതായിട്ട് കിട്ടുന്നതാണ്. പിന്നെ അടുത്ത ടാസ്ക് ഇത് മറിച്ചിടലാണ്. അങ്ങനെ അതൊക്കെ മുട്ടയൊക്കെ പൊരിച്ചരിഞ്ഞു. എന്നിട്ട് ചോറിട്ടു. അങ്ങനെ ചമ്മന്തി ഉരുളയാക്കി വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞാൻ വെണ്ടയ്ക്കകത്തൊരിഞ്ഞ് അത്യാവശ്യം ഇട്ട് കൊടുത്തു. എന്നിട്ട് ഈ കത്തിരിക്ക ഫ്രൈ കാണാൻ വലിയ ഭംഗിയില്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല കഴിക്കാൻ. പിന്നെ ഞാൻ കൂടെ മുട്ടയും കൂടി പൊരിച്ചത് വെച്ച് കൊടുത്തായിരുന്നു. എന്നിട്ട് ഞാൻ അടുത്തായിട്ട് അച്ചാറാണ്. എനിക്ക് ഈ അച്ചാർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അച്ചാർ തിന്നുന്ന ഏകദേശം തീരാറായ അച്ചാറിൻ്റെ കുപ്പിയിൽ. അങ്ങനെ അതൊക്കെ കൂട്ടി ഒന്ന് ഒരു പിടി പിടിച്ചു. ആദ്യത്തെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. സ്വർഗ്ഗം കാണും നമ്മൾ ഈ തിന്നുമ്പോൾ. എനിക്ക് ഈ ചിക്കനെയും മീനെക്കാട്ടിയൊക്കെ ഇഷ്ടം വെജിറ്റബിൾസ് തന്നെയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചരിഞ്ഞു. ലാസ്റ്റത്തെ പിടീനെ അങ്ങനെ തീർത്തു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. ബൈ.